ഹലോ, അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ വിജയിക്കാൻ ചില വഴികൾ. വാക്കുകളിൽ മിതത്വം പാലിക്കുക. വാക്കുകൾ കൂർത്ത അമ്പുകളാണ്. ഒരിക്കൽ തൊടുത്തുവിട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാവില്ല. ആരോടും അധികം സംസാരിക്കാതിരിക്കുക. അധിക സംസാരം നിങ്ങളുടെ മൂല്യം കുറയ്ക്കും. അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിവാകുക. മൗനം എന്നത് ഒരു പ്രതിരോധവും ആക്രമണവും കൂടിയാണ്. നിശബ്ദത നിങ്ങളുടെ ശത്രുവിനെ പേടിപ്പെടുത്തും, കടലിൻ്റെ ശാന്തത പോലെ. നിങ്ങളുടെ വാക്കുകളിൽ ഗാംഭീര്യം നിറയ്ക്കുക. സ്വയം ഒരു തുറന്ന പുസ്തകമാകാതിരിക്കാൻ ശ്രമിക്കുക. പ്രയാസമുള്ള, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രന്ഥമായി നിലകൊള്ളുക. പെരുമാറ്റത്തിൽ അന്തസ്സ് പുലർത്തുക. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുക. നിവർന്നു നിൽക്കുക. മറ്റുള്ളവരുടെ കണ്ണുകളിൽ നേരെ നോക്കി സംസാരിക്കുകയും ചെയ്യുക. വ്യക്തിത്വം എന്നത് ആന്തരികമാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയാണ്. ദുർബലരായ വ്യക്തികൾ മാത്രമേ മറ്റുള്ളവരോട് പരാതി പറയാൻ ശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് സഹതാപം നേടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം കുറയ്ക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് സങ്കടപ്പെടാതെ പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും കരുത്തനായ മനുഷ്യരാണ്. അവരെപ്പോഴും പരിഹാരങ്ങൾ തേടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്തസ്സുള്ള മനുഷ്യൻ തൻ്റെ വിധിയെ പഴിക്കാതെ സ്വന്തം കൈപ്പടയിൽ വിധിയെ തിരുത്തിക്കുറിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും ലഭ്യമാവാതിരിക്കുക. സൗജന്യമായി വായു ലഭിക്കുന്നത് പോലെ. നിങ്ങളുടെ സാന്നിധ്യം പോലെ അസാന്നിധ്യവും ആളുകൾ ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഏതിനും ലോകം വില കുറച്ചു തന്നെ കാണുന്നു. സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് അത് ആത്മബഹുമാനമാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അറിവില്ലാത്തവൻ്റെ വാക്കുകൾ വെറും ഒച്ചപ്പാടുകൾ മാത്രമാണ്. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് നിങ്ങളുടെ അടിമത്തത്തിൻ്റെ തുടക്കമാണ്. സാമ്പത്തികമായാലും മാനസികമായാലും സ്വയം പര്യാപ്തത നേടുക. തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം കൈകളെ മാത്രം വിശ്വസിക്കുക. മറ്റൊരാളുടെ നിഴലിൽ ജീവിച്ചാൽ നമുക്ക് മേൽവിലാസം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ വിജയത്തിൻ്റെ പിതാവ് നിങ്ങൾ തന്നെയാവട്ടെ. സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് സ്വന്തം കോയമ്പത്തൂർ മലയാളി.